ഫോക്കസ് കേട്ടോ. നമസ്കാരം, ഞാൻ അശോക് തത്വമസി, ഹൈദരാബാദ്. ഇന്ന് ഫെബ്രുവരി 16, 2025. ഇന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പും ശ്രീ നാരായണ ഗുരു പഠന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ഉപന്യാസ മത്സരം ഇന്ന് ഹൈദരാബാദിൽ അരങ്ങേറുകയുണ്ടായി. ഹൈദരാബാദിലെ വിവിധ വിദ്യാലയങ്ങളിലായിരുന്നു മത്സരം അരങ്ങേറിയത്. പ്രാഥമികമായ കണക്കനുസരിച്ച് ഏതാണ്ട് 200-ൽ പരം വിദ്യാർത്ഥികളും മുതിർന്നവരുമായി ഈ ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തു എന്ന് അറിയാൻ സാധിക്കുന്നു. 18 വയസ്സിന് താഴെയും 18 വയസ്സിന് മുകളിലുമുള്ളവർക്കായി വിവിധ, അതായത് ഗുരുദേവൻ്റെ, നവോത്ഥാന നായകനും പരിഷ്കർത്താവുമായ ഗുരുദേവൻ്റെ ആശയങ്ങളെ ആസ്പദമാക്കിയുള്ള ശ്രീ നാരായണ ഗുരുസ്വാമി ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണത്തിന് വഹിച്ച പങ്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്വചനം സമൂഹത്തിൽ പ്രചരിപ്പിക്കുവാനും സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയ എല്ലാ പ്രവൃത്തികൾക്കും ആസ്പദമാക്കിയിട്ടുള്ള മത്സരമായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. നമസ്കാരം. കേരള ഗവൺമെൻറ്റും ചെമ്പഴന്തിയിലുള്ള ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ സമാജവും കൂടെ നടത്തിയ ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടികൾക്കായിട്ട് 18 വയസ്സിന് താഴെയുള്ളവർക്കും 18 വയസ്സിന് മുകളിലുള്ളവർക്കുമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് ആധുനിക കേരളത്തിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്കിനെ കുറിച്ചിട്ട് ആയിരുന്നു ഇന്നത്തെ 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള എക്സാം. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഹൈദരാബാദിൻ്റെ പ്രമുഖ സാഹിത്യകാരനും എഴുത്തുകാരനും ചരിത്ര ഗവേഷകനും സഞ്ചാരത്തിൻ്റെ ഒക്കെ എഴുത്തുകളുമായി സാറിൻ്റെ പേര് ശ്രീ മേതല ഗോപാലൻ സാറാണ്. സാറും ഈ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ ഒരു സാഹിത്യ അഭിരുചി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഈ ഉപന്യാസ മത്സരത്തിൽ പങ്കാളിയായിരിക്കും.